കോട്ടയത്ത് ഈ കനത്ത മഴയിൽ ഇതിനിടയിൽ തന്നെ 3 ഇടങ്ങളിലാണ് ഉരുൾപൊട്ടിയത്. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തിലെ ഉരുൾപൊട്ടലിൽ ഒരു വീട് ഒലിച്ചു പോയിട്ടുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നു. കുട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങയിലും കൊക്കയർ പഞ്ചായത്തിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊപ്പം അജിത് ബാബു ചേരുന്നുണ്ട്. അജിത്തെ, പറഞ്ഞതുപോലെ ഗുരുതരമായൊരു സാഹചര്യം നിൽക്കുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ 3 ഇടത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായി, അതുപോലെ ഒരു വീട് മണ്ണടിയിൽപ്പെട്ടു എന്നുള്ള സംശയമുണ്ട്. അപ്പോൾ എന്താ സാഹചര്യം, എന്താണ്? ലക്ഷ്മി, അതിൽ ഈ പയ്യാനിത്തോട്ടത്തിലെ ഉരുൾപൊട്ടലാണ്. അത് ഗുരുതരമായ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഒരു വീട് അവിടെ പൂർണ്ണമായും ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുകയാണ്. ആ മലയുടെ തന്നെ മോൾ ഭാഗത്ത് ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നതിനൊക്കെ ഒരു പ്രതിസന്ധി നിലവിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം മറ്റ് സാധ്യതകൾ, ഈ അപകട സാധ്യതയൊക്കെ വീണ്ടും ഉണ്ടാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടുത്തെ ഭരണകൂടം ഉൾപ്പെടെ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഈ മണപ്പാട്ട് ജോണിയുടെ വീടാണ് ഒലിച്ചു പോയതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലയ്ക്കൽ ഔദ്യോഗികമായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ഇക്കാര്യത്തിൽ അവിടുന്ന് ഈ വീട്ടിൽ 2 പേരെ, ഈ പ്രദേശത്ത് നിന്ന് 2 പേരെ കാണാതായി ഇട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് ഈ കുടുംബത്തിലുള്ള ആളുകളാണോ എന്നുള്ള കാര്യത്തിൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. ഇവിടെ തന്നെ പ്രദേശത്തെ പല വീടുകളിൽ നിന്നും രാത്രി തന്നെ ആളുകൾ മാറി താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള ആളുകൾ മൊത്തത്തിൽ മാറി താമസിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഏതാണെങ്കിലും ഈ പ്രദേശത്ത് നിന്ന് 2 പേരെ കാണാതായിട്ടുണ്ട്. അവർക്കായിട്ടുള്ള തിരച്ചിൽ കൂടി നടക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള മലവെള്ള പാച്ചിലുകൾ ഉൾപ്പെടെ പല മേഖലകളിലും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ശക്തമായ മലവെള്ള പാച്ചിലാണ് ഉണ്ടാകുന്നത്. 3 ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അനൌദ്യോഗികമായി ചില ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള വിവരങ്ങളുണ്ട്. പക്ഷെ അതിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിട്ടില്ല. പ്രധാനപ്പെട്ട പലയിടങ്ങളിലും മുണ്ടക്കയം, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, പാല, മണിമല തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ധാരാളം വീടുകൾ വെള്ളത്തിനടിയിലാകുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം പല വീടുകളിലും ഇപ്പോൾ ആളുകൾ ടെറസിന്റെ മുകളിലാണ് നിൽക്കുന്ന പശ്ചാത്തലമുള്ളത്. അവിടേക്ക് ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം എത്തേണ്ടതുണ്ട്. കാരണം ഈ രാത്രിയിൽ വൈകിയാണ് കോട്ടയത്ത് മഴ പെയ്തത്. മറ്റു ജില്ലകളിൽ നിന്ന് അപേക്ഷിച്ച് രാത്രിയിൽ വൈകി മഴ പെയ്തുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ പല ആളുകളും ഇക്കാര്യത്തിൽ ഉറങ്ങിയതിനു ശേഷമാണ് ഈ ശക്തമായ മഴ പെയ്യുന്ന പശ്ചാത്തലം ഉണ്ടായത്. നിലവിൽ ഏതാണെങ്കിലും രക്ഷാപ്രവർത്തനം കോട്ടയത്ത് കാര്യമായി ഈ മലയോര മേഖലയിൽ പുരോഗമിക്കുകയാണ്. എരുമേലിയിൽ ഒറ്റപ്പെട്ട ഒരു കുടുംബത്തെ ഇപ്പോൾ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാട്ടിപ്പടിയിൽ വർക്കിച്ചിനെയും കുടുംബത്തെയുമാണ് രക്ഷപ്പെടുത്തിയത്. അവരിത്തരത്തിൽ അവിടെ കുടുങ്ങി പോവുകയായിരുന്നു. ചുറ്റും വെള്ളം കയറി അവിടെ ഫയർഫോഴ്സ് സംഘം എത്തിയ അവരെ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പല മേഖലകളിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളം കയറി വീടുകൾ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കണക്ക് നമുക്കിപ്പോൾ പറയുന്നതിനും അത്രയും വലുതാണ്. കാരണം വ്യവസായ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ കടകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറിയ പശ്ചാത്തലമുണ്ട്. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇപ്പോൾ ഈ മഴ പലയിടങ്ങളിലും മാറി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ കുറയുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഈ മലയോര മേഖലയുടെ ചില ഉൾപ്രദേശങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. ഏതാണെങ്കിലും ഈ പ്രദേശം അജിത്തെ, ഇപ്പം നിലവിലെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇപ്പം ഈ NDRFന്റെ സംഘമൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആളുകളും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഉൾപ്പെടെ മറ്റ് ജില്ലയിലെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റെസ്ക്യൂ ഫോഴ്സുകളും ചേർന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പിന്നീട് പോലീസും ഈ കാര്യത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട്. എല്ലാ മേഖലകളിലും ഇന്നലെ തന്നെ ഈ മഴ പെയ്ത് അതിരാവിലെ തന്നെ പോലീസ് മുഴുവൻ ആളുകളെയും ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കൂടുതൽ ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. പല മേഖലകളിലും ഇത്തരത്തിൽ ശക്തമായ മഴയിൽ ഒറ്റയടിക്കാണ് വെള്ളം ഉയരുന്ന പശ്ചാത്തലം ഉണ്ടായത്. പക്ഷേ ആ വെള്ളത്തിന്റെ അളവിൽ ഇപ്പോൾ കുറവുണ്ടെന്നാണ്, പലയിടങ്ങളിലും കുറവുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ അതിന്റെ പൂർണ്ണമായ ഒരു അളവ് പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശങ്ങൾ ഉൾപ്പെടെയാണ് അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുള്ളത്. മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്കറിയാം, പലയിടങ്ങളിലും ആറുകളിൽ വെള്ളം ഉയരുന്നത് ഇത്തരത്തിൽ ഈ മലയോര മേഖലകളിൽ മഴ പെയ്ത് അവിടെ ഇത്തരത്തിൽ വലിയ ശക്തമായ മഴ പെയ്തതിനു ശേഷമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മണിമല ഉൾപ്പെടെ അതുപോലെ തന്നെ മീനച്ചിൽ ഉൾപ്പെടെയുള്ള ആറിന്റെ പരിസരത്തുള്ള ആളുകൾക്ക് ഇതിനോടകം തന്നെ മാറി താമസിക്കാൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അവിടുത്തെ ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യം ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഗൗരവമായ സാഹചര്യമായി തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇതിനെ കാണുന്നത്. അജിത്ത് തുടരും. ഞാൻ അജിത്തിലേക്ക് വരാം. നമ്മൾ